ഗുഡ് ഈവനിംഗ് എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. കോഴിയിൽ കള്ളം പറഞ്ഞു. പുതിയ മദ്യനയത്തെക്കുറിച്ച് ബാർ ഉടമകളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന സർക്കാർ വാദം നുണയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്ത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിന്റെ രേഖകൾ 24-ന് ലഭിച്ചു. ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. എന്നാൽ യോഗം മദ്യനയം ചർച്ച ചെയ്യാനായിരുന്നില്ല എന്നും മന്ത്രിയുടെ അറിവോടെ അല്ല യോഗം വിളിച്ചതെന്നും ടൂറിസം വകുപ്പ് വിശദീകരിച്ചു. മദ്യനയം അനുകൂലമാക്കുന്നതിന് പണപ്പിരിവ് നിർദ്ദേശിച്ചുള്ള ബാർ ഉടമ അനിമോന്റെ ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെ മദ്യനയത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ലെന്നായിരുന്നു മന്ത്രി എം ബി രാജേഷിന്റെ പ്രതികരണം. എന്നാൽ മെയ് 21-ന് ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. യോഗ വിവരം അറിയിച്ച് യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ചേർത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഇമെയിൽ അയച്ചിരുന്നു. ബാർ ഉടമകൾ, ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങിയ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവരാണ് നയമാറ്റത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയമാറ്റം മാത്രമായിരുന്നു. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതും ഉൾപ്പെടെ ബാർ ഉടമകൾ യോഗത്തിൽ ആവശ്യമുന്നയിച്ചു. ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥർ മറുപടിയും നൽകി. എന്നാൽ യോഗം വിളിച്ചത് മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല എന്നാണ് ടൂറിസം വകുപ്പിന്റെ വിശദീകരണം. ടൂറിസം മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ ഡയറക്ടർ തലത്തിൽ യോഗങ്ങൾ ചേരാറുണ്ട്. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയും ഹൗസ് ബോട്ട് അസോസിയേഷനും അടക്കം 7 സംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തു. ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല യോഗം വിളിച്ചതെന്നും ടൂറിസം ഡയറക്ടർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ബാർ ഉടമ അനിമോന്റെ ശബ്ദരേഖയിൽ സർക്കാർ നിർദ്ദേശപ്രകാരം എക്സൈസ് ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചു. 24 തിരുവനന്തപുരം. ബാർകോഴ ആരോപണത്തിൽ ഇന്നും ഏറ്റുമുട്ടി ഭരണ പ്രതിപക്ഷ നേതാക്കൾ. വിഷയത്തിൽ മന്ത്രിമാരെ മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് നടന്നതെന്ന് കേന്ദ്രമന്ത്രി വി. മുരളീധരൻ ആരോപിച്ചു. മദ്യനയത്തിൽ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു മന്ത്രി പി. രാജീവിന്റെ പ്രതികരണം. മദ്യനയത്തിൽ വിവാദ വെളിപ്പെടുത്തൽ വന്ന അന്നു തുടങ്ങിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇനിയും ശമനമായിട്ടില്ല. മദ്യനയവുമായി ബന്ധപ്പെട്ട ബാറുടമകളുമായി ചർച്ച നടന്നില്ല എന്ന മന്ത്രിമാരുടെ അവകാശവാദം പച്ചക്കള്ളമാണെന്നും ഇവരെ മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഇത്രയും വലിയ 2 വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അഴിമതി ആരോപണം വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്? ഈ 2 മന്ത്രിമാരും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് UDFന്റെ ഡിമാൻഡ്. ആരോപണത്തിൽ സഭയ്ക്കകത്തും പുറത്തും UDF പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ കെ. മുരളീധരൻ ബാറുടമ അനിമോന്റെ മലക്കമറിച്ചിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായും ചൂണ്ടിക്കാട്ടി. അനിമോനെ കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് സർക്കാരിന്റെ ഏജന്റുമാർ തന്നെ എഴുതി തയ്യാറാക്കി ഇന്നലെ കൊടുത്താണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റോടുകൂടെ കുറെ കൂടെ ദുരൂഹത വർദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് നടന്നതെന്നും എക്സൈസ് മന്ത്രിയുടെ വിദേശയാത്രയിൽ ദുരൂഹതയുണ്ടെന്നുമായിരുന്നു കേന്ദ്രമന്ത്രി വി. മുരളീധരന്റെ പ്രതികരണം. സംസ്ഥാന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു അഴിമതി, പണം വാങ്ങി നയം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് സാധാരണഗതിയിൽ ഊഹിക്കാം. അതേസമയം മദ്യനയത്തിൽ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ആദ്യത്തെ ആവേശമില്ലെന്നും പി. രാജീവിന്റെ പരിഹാസം. അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അത് സംബന്ധിച്ചുള്ള ഒരു മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആയത്തിൽ ആവേശം ഇപ്പൊ കാണുന്നില്ലല്ലോ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ KSU നടത്തിയ ക്യാമ്പിലുണ്ടായ കൂട്ടത്തല്ലിൽ നിരവധി പരാതികൾ ലഭിച്ചുവെന്ന് KPCC അന്വേഷണ സമിതി. ഉണ്ടായത് ചെറിയ വാക്കുതർക്കമെന്നും പുറത്തുവന്ന ദൃശ്യങ്ങൾ വ്യാജമെന്നും ന്യായീകരിച്ച് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്യാമ്പ് നേരത്തെ നിർത്തി. ഇന്നലെ അർദ്ധരാത്രിയാണ് നെയ്യാർ ഡാം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന തെക്കൻ മേഖലാ പഠന ക്യാമ്പിൽ പ്രവർത്തകർ തമ്മിൽ തല്ലിയത്. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന നാടൻ പാട്ടിനിടെയായിരുന്നു പ്രവർത്തകർ തമ്മിലുള്ള അടിപിടി. സംഘടനയ്ക്ക് നാണക്കേടായ വിഷയത്തിൽ മാധ്യമങ്ങളെ പഴിപറഞ്ഞ് രക്ഷപ്പെടാനായിരുന്നു KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറുടെ ശ്രമം. പുറത്തുവന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പരിശോധിക്കട്ടെ എന്ന് അലോഷ്യസ് സേവ്യർ.
പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ. വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ചെറിയ തർക്കം, ആ ഒരു തർക്കത്തെ വലിയ പർവ്വതീകരിച്ചുകൊണ്ട് KSUവിൻ്റെ ക്യാമ്പിലെന്നാണ്ട് വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇത്ര മനോഹരമായിട്ട് ഈ ക്യാമ്പ് ഇവിടെ നടക്കുമോ എന്ന് കേരളീയ പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. KPCC നിയോഗിച്ച 3-അംഗ സമിതി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. KSUവിന്റെ പ്രാദേശിക ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് സംഘർഷത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായി എന്നുള്ളത് പ്രാഥമികമായി അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. സംഘടനയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ തിരുത്തൽ നടപടികൾ ഉണ്ടാകും. ഇന്ന് രാത്രിയോടെ സമാപിക്കേണ്ട ക്യാമ്പ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉച്ചയോടെ നിർത്തി. ക്യാമ്പ് അലങ്കോലപ്പെടുത്താൻ പുറത്തുനിന്നെത്തിയവർ നടത്തിയ നീക്കമാണെന്ന് സംഘടനയ്ക്കുള്ളിൽ സംസാരമുണ്ട്. 24 തിരുവനന്തപുരം. കുഞ്ഞുങ്ങളെ കുരുതി കൊടുത്ത ദുരന്ത ഞായർ. ഡൽഹി വിവേക് നഗറിലെ തീപിടുത്തത്തിൽ ആശുപത്രി ഉടമ അറസ്റ്റിൽ. ഡോക്ടർ നവീൻ കിച്ചിയാണ് പിടിയിലായത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണനെ എപ്പോഴാണ് ഇയാൾ അറസ്റ്റിലായത്? പോലീസ് പറയുന്നതനുസരിച്ച് ഉച്ചയോടുകൂടി ഇയാൾ പിടിയിലായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ വിവേക് നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് IPC സെക്ഷൻ 304 മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഈ ഫയർ സംബന്ധമായിട്ടുള്ള അനുമതികൾ ഇല്ലായിരുന്നു ആശുപത്രിക്ക് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ രേഖാമൂലമായിട്ട് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു തെളിവ് ലഭിക്കുന്നതിന് മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുകളും ഇയാൾക്ക് മേൽ ചുമത്തും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പുറമെ വിവിധ വകുപ്പുകൾ കൂടി ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ആശുപത്രി നടത്തേണ്ട മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. നേരത്തെ ഏതാണ്ട് 3 വർഷം മുൻപാണ് ഇയാൾ ഈ ആശുപത്രി ആരംഭിച്ചത്. ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സ്ഥല സൗകര്യം പോലും ഇല്ലാത്ത വിധത്തിലാണ് ആശുപത്രി പ്രവർത്തിച്ചു വന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുമെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഗുജറാത്തിലെ രാജ്കോട്ടിലെ ഗെയിം സോണിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരണസംഖ്യ 32ആയി. ഇതിൽ 12 പേർ കുട്ടികളാണ്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായതിനാൽ DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഗാന്ധിനഗറിലെ ഫോറൻസിക് സർവകലാശാലയിലേക്ക് കൊണ്ടുപോകും. വൻതോതിൽ പെട്രോളും ഡീസലും സംഭരിച്ചതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ ശേഷിപ്പ് തിരയുകയാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ. കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അത്രയും മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കൃത്യമായ വിവരം നൽകാൻ ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും മടിക്കുകയാണ്. യാതൊരു അനുമതിയുമില്ലാതെയാണ് 2020 മുതൽ TRP എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അലൂമിനിയം ഷീറ്റും കമ്പികളും കൊണ്ടുണ്ടാക്കിയ 3 നില നിർമ്മിതിയാണ്. ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൽ നിന്ന് NOCക്കായി അപേക്ഷിച്ചിട്ട് പോലുമില്ല. കോർപ്പറേഷൻ NOC നൽകിയില്ലെന്ന് മേയറും ഇപ്പോൾ പറയുന്നു. ചുരുക്കത്തിൽ സൗരാഷ്ട്രയിലെ ഏറ്റവും വലിയ വിനോദ കേന്ദ്രങ്ങളിലൊന്ന് പ്രവർത്തിച്ചിട്ടും ആരും ഒന്നും അറിഞ്ഞിരുന്നില്ലെന്ന് കൈകഴുകുകയാണ്. അവധി ദിനം ആഘോഷിക്കാനെത്തിയ ആൾത്തിരക്കിനിടെയാണ് തീ പടർന്നത്. इसीलिए हम लोग यहाँ पे अभी देखने आए हैं कि भाई यहाँ हमारा कोई रिलेटिव वाला कोई हमको फोन तो नहीं करता, तो हम देखने आते हैं कि भाई यहाँ कोई अपना रिलेटिव वाला है कि नहीं है. तो पुलिस वाला डंडा लेके पीछे दौड़ता है. और जब ये इतना बड़ा कारोबार चल रहा था तब किसी ने किसी का सेफ्टी के बाबत कुछ नहीं देखा था. सेफ्टी तो देखा ही नहीं था. साइन कर दिया, नोट लाओ, पीछे जेब में डालो और चल जाओ. AC-യിൽ നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു. വൻതോതിൽ സംഭരിച്ചു വെച്ച ഇന്ധനം അത് ആളിക്കത്തിച്ചു. ജനറേറ്ററിനായി 2000 ലിറ്റർ ഡീസൽ, ഗോ കാർട്ടിംഗ് കാറുകൾക്കായി 1500 ലിറ്റർ പെട്രോൾ എന്നിവ കരുതിയിരുന്നു. പക്ഷേ തീ പിടിച്ചാൽ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊന്നും സ്ഥാപനത്തിലില്ല. उसमें कोई पुलिस वाला पकड़ता नहीं है और किसी का कुछ खून खराब हो गया तो उसमें कोई पुलिस वाला ज्यादा ध्यान नहीं देता है. ADGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. രാവിലെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ദുരന്തഭൂമിയിൽ നേരിട്ടെത്തി സ്ഥിതി വിലയിരുത്തി. യാതൊരു അനുമതിയുമില്ലാതെ ഇങ്ങനെയൊരു സ്ഥാപനത്തിന് കഴിഞ്ഞ 3 വർഷക്കാലം ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ശിക്ഷാ നടപടി ഈ സ്ഥാപന ഉടമകളിൽ മാത്രം ഒതുങ്ങരുത്. അവർക്ക് ഒത്താശ ചെയ്തവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രാജ്കോട്ടിൽ നിന്നും വരുൺ വി നാർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. തൃശൂർ എച്ചിപ്പാറയിൽ അപകടകരമായ രീതിയിൽ രാജവെമ്പാലയെ പിടികൂടി വനം വകുപ്പിലെ താൽക്കാലിക വാച്ചർമാർ. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെയാണ് അശാസ്ത്രീയമായുള്ള പാമ്പ് പിടുത്തം. വീഡിയോ എടുക്കണ്ടേ?
കഴിഞ്ഞ ദിവസം ചിമ്മിനി ഡാമിന് സമീപം ജനവാസ മേഖലയിലിറങ്ങിയ രാജവെമ്പാലയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണിത്. അശാസ്ത്രീയമായും ഏറെ അപകടകരമായുമാണ് ഉഗ്രവിഷമുള്ള പാമ്പിനെ ഇവർ പിടികൂടിയത്. പാമ്പിനെ പിടികൂടുന്നതിൽ പരിശീലനം നേടിയിട്ടുള്ള BFO ജയനെ സഹായിക്കുന്നതിനാണ് താൽക്കാലിക വാച്ചർമാരായ അനീഷും വേലായുധനും എത്തിയത്. BFOയുടെ കയ്യിൽ നിന്നും പാമ്പ് വഴുതിയതോടെ വാച്ചർമാർ ദൗത്യം ഏറ്റെടുത്തു. പാമ്പിനെ പിടിക്കുന്ന ഹുക്കുകൊണ്ട് രാജവെമ്പാലയുടെ തലയിൽ തട്ടുന്നതും ശ്രമങ്ങൾക്കിടെ പാമ്പ് ശക്തിയായി തറയിൽ പതിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ചിമ്മിനി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ സാന്നിധ്യത്തിലായിരുന്നു അശാസ്ത്രീയമായ പാമ്പ് പിടുത്തം. പ്രദേശവാസികളുടെ സമ്മർദ്ദമുണ്ടായിരുന്നതിനാൽ റെസ്ക്യൂവർ വരുന്നതുവരെ കാത്തിരിക്കാൻ കഴിയില്ലായിരുന്നുവെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. വാച്ചർമാർക്ക് പാമ്പിനെ പിടികൂടുന്നതിൽ ട്രെയിനിംഗ് ലഭിച്ചിട്ടുണ്ടെന്നും വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. 24 തൃശൂർ. പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായതായി പരാതി. ഓഫീസ് കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് യുവതിയുടെ അതിക്രമം കാണിച്ചത്. ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ താൽക്കാലികമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനും ഉടൻ അന്വേഷണ റിപ്പോർട്ട് നൽകാനും അക്കാദമി ഡയറക്ടർ നിർദ്ദേശം നൽകി. അക്കാദമി ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം 17 മുതൽ 3 ദിവസം ഓഫീസിൽ വെച്ച് ഓഫീസ് കമാൻഡന്റ് മോശമായി പെരുമാറിയെന്നാണ് യുവതിയുടെ പരാതി. ശരീരത്തിൽ കയറിപ്പിടിക്കുകയും മോശം ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു. എതിർത്തിട്ടും ഉദ്യോഗസ്ഥൻ വീണ്ടും ആവർത്തിച്ചെന്നും പരാതിയിൽ പറയുന്നു. ആളില്ലാത്ത സമയത്ത് ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് അതിക്രമമെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. സംഭവത്തിൽ പരാതിക്കാരിയുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ അക്കാദമി ഡയറക്ടർ ഉത്തരവിട്ടു. ആഭ്യന്തര റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാനും നിർദ്ദേശം. ആഭ്യന്തര അന്വേഷണത്തിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പരാതി പോലീസിലേക്ക് കൈമാറുന്നതടക്കമുള്ള തുടർ നടപടികൾ. 24 തൃശൂർ. KSRTC ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം കാണിച്ചയാളെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുവള്ളി ചാവടിക്കുന്നുമ്മൽ അൻവറാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയും യാത്രക്കാരും ചേർന്ന് ഇയാളെ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ശനിയാഴ്ച രാത്രി 11 മണിയോടെ കുന്നമംഗലത്ത് നിന്നും KSRTC ബസ്സിൽ കയറിയ 22-കാരിക്ക് നേരെ സൗത്ത് കൊടുവള്ളിയിൽ വെച്ചാണ് പ്രതി അതിക്രമം കാണിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ സഹോദരങ്ങളുടെ മക്കൾ മുങ്ങി മരിച്ചു. പുത്തൻവേലിക്കര കുറ്റിക്കാട്ടുപറമ്പൽ രാഹുലൻ റീജ ദമ്പതികളുടെ മകൾ മേഘ, കൊടകര വെമ്പനാട്ട് വിനോദ് ബിൽജ ദമ്പതികളുടെ മകൾ ജ്വാലാലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. പുത്തൻവേലിക്കരയിലുള്ള ബന്ധുവീട്ടിൽ നിന്നാണ് 5-അംഗ സംഘം ചാലക്കുടി പുഴയിൽ കുളിക്കാനെത്തിയത്. ഇതിൽ മേഘ, ജ്വാലാലക്ഷ്മി, മേഘയുടെ സഹോദരി നേഹ എന്നിവർ പുഴയിലിറങ്ങി. ആഴം കുറഞ്ഞ പ്രദേശത്തിറങ്ങിയ മൂവരും മുന്നോട്ട് നീങ്ങുന്നതിനിടെ പുഴയുടെ ആഴമേറിയ ഭാഗത്ത് മുങ്ങിപ്പോവുകയായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ നേഹയെ രക്ഷപ്പെടുത്തി. 2 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മേഘയുടെയും ജ്വാലാലക്ഷ്മിയുടെയും മൃതദേഹം ലഭിച്ചത്. 9:30 അല്ല, ഒരു 10 സമയമായിട്ടുണ്ട്. എൻ്റെ മോള് ഡാൻസിന് പോകുന്ന സമയത്ത് ഇവിടത്തോളം എത്തിയപ്പോൾ ഇവിടെ ആൾ കൂടിയാണ്. അത് തിരിച്ച് അമ്പലത്തിൻ്റെ അവിടെ വന്നുകൊണ്ട് പറഞ്ഞു, അച്ഛതേ അവിടെ വെള്ളത്തിൽ ആൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓടി വന്നപ്പോഴേക്കും ആരും കാണുന്നില്ല. ഈ വന്നവരൊക്കെ വെള്ളത്തിൽ ചാടി നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ പൊന്തി വന്ന് അതിനെ വേഗം കയറി പിടിച്ച് കരക്കെത്തിച്ച് അതിന് യാതൊരു കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയില്ല. കഴിഞ്ഞ വർഷവും ഈ പ്രദേശത്ത് ഒരാൾ മുങ്ങി മരിച്ചിരുന്നു. രക്ഷപ്പെട്ട നേഹ അപകടനില തരണം ചെയ്തു. മേഘ, ജ്വാലാലക്ഷ്മി എന്നിവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നാളെയാണ് സംസ്കാരം. 24 കൊച്ചി. കാലാവസ്ഥാ റിപ്പോർട്ട് നോക്കിയാൽ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റമൽ ചുഴലിക്കാറ്റ് ഇന്ന് അർദ്ധരാത്രിയോടെ കരതൊടും. 90 മുതൽ 110 കിലോമീറ്റർ വരെ വേഗത്തിലാകും ചുഴലിക്കാറ്റ് കരതൊടുക. ആശങ്ക വേണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മീൻപിടുത്തത്തിനുള്ള വിലക്ക് തുടരും. തിരുവനന്തപുരം തുമ്പയിൽ കനത്ത മഴയിൽ മത്സ്യത്തൊഴിലാളിയുടെ വീടിന്റെ മേൽക്കൂര തകർന്നു. അതിരപ്പള്ളിയിൽ 24 മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തതിൽ മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണത്തെ മറികടക്കാൻ വ്യാജ പരാതിയുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. വാഹനമിടിച്ച് പരുക്കേറ്റ് കിടന്ന പന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ 24 OBT അംഗം റൂബിൻ ലാലിനെയാണ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത്. ഇതിൽ അന്വേഷണത്തിന് വനമന്ത്രി ഉത്തരവിട്ടിരുന്നു. ഈ അന്വേഷണത്തെ മറികടക്കാൻ റൂബിൻ ലാൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയുമായാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിനെ സമീപിച്ചത്.
അതിരപ്പള്ളി പത്താറിൽ വാഹനമിടിച്ച് പരിക്കേറ്റ റോഡരികിൽ കിടന്ന കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയായിരുന്നു 24 OBT അംഗം റൂബിൻലാലിന് നേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കയ്യേറ്റ ശ്രമം. പന്നി കിടക്കുന്നത് വനഭൂമിയിലാണെന്നും ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ ഉദ്യോഗസ്ഥർ റൂബിൻലാലിന്റെ ഫോൺ തട്ടിമാറ്റുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പരിയാരം റേഞ്ച് കൊന്നക്കുഴി സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ ജാക്സന്റെ നേതൃത്വത്തിലായിരുന്നു അതിക്രമം. അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ച വനമന്ത്രി AK ശശീന്ദ്രൻ CCFന് അന്വേഷണ ചുമതലയും നൽകി. 24-ന്റെ ഒരു പ്രവർത്തകനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കയ്യേറ്റം ചെയ്തയാളെ വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ തൃശൂർ CCFനോട് ആ സംഭവം നേരിട്ട് അന്വേഷിച്ച് വസ്തുതകൾ എന്താണ് എന്ന് പരിശോധിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ലഭിച്ചാൽ അത് പരിശോധിച്ച് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, നിയമപരമായ അത്തരം നടപടികളെല്ലാം കർശനമായി തന്നെ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മന്ത്രിയുടെ നിർദ്ദേശം വന്നതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് അന്വേഷണം അട്ടിമറിക്കാനുള്ള വനം വകുപ്പിന്റെ വ്യാജ പരാതി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം റൂബിൻലാലിനെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് അതിരപ്പള്ളി പോലീസിന് നൽകിയ പരാതിയിലെ ആവശ്യം. നേരത്തെയും റൂബിൻലാലിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകാതിരുന്നതുൾപ്പെടെ റൂബിൻ വാർത്തയാക്കിയതാണ് പ്രകോപനത്തിന് കാരണം. 24 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്ലൈമാക്സിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വിപുലമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ മുന്നണികൾ. 6 ഘട്ടങ്ങളിൽ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ കുറവിനെ തുടർന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ഇന്ന് ഉത്തർപ്രദേശിലെ വിവിധ റാലികളിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യ 5 ഘട്ടങ്ങളിലെ കണക്കാണ് പുറത്തുവിട്ടത്. 19.4 കോടി വോട്ടുകളുടെ കുറവ് ഇത്തവണ ഇതുപ്രകാരം സംഭവിച്ചു. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ ആദ്യ 5 ഘട്ടങ്ങളിൽ 428 സീറ്റുകളിലായി 50.7 കോടി വോട്ടാണ് രേഖപ്പെടുത്തിയത്. 2019 426 സീറ്റുകളിലായി 70.1 കോടി വോട്ടുകൾ ആദ്യ 5 ഘട്ടങ്ങളിലായി പോൾ ചെയ്തിരുന്നു. മണ്ഡലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ 7.2 കോടി വർധനവുണ്ടായിട്ടാണ് ഈ അവസ്ഥ. ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി ഉണ്ടാകുന്നു എന്ന വിലയിരുത്തലിന് രാഷ്ട്രീയ പാർട്ടികളെ നിർബന്ധിതരാക്കുകയാണിത്. ജൂൺ 1 നടക്കുന്ന 7ാം ഘട്ടത്തിൽ സാധ്യമായ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള നീക്കങ്ങൾ ഈ സാഹചര്യത്തിൽ ശക്തമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ റാലികളിൽ അടുത്ത ദിവസങ്ങളിൽ പങ്കെടുക്കും. അതേസമയം 400 സീറ്റ് കടക്കുമെന്ന തന്റെ അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്ന് അമിത്ഷാ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം ഇത്തവണ കോൺഗ്രസ് ഖാർഗെയുടെ രൂപത്തിൽ ജൂൺ 4 കണ്ടെത്തുമെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. മുജ്ര പരാമർശത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ പരാതി നൽകാൻ ഇന്ത്യ സഖ്യവും തീരുമാനിച്ചു. ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും പ്രതിപക്ഷത്തിന് നേരെ ഇത്ര നീചമായ പരാമർശം നടത്തിയിട്ടില്ലെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താൻ പ്രതിപക്ഷം അടിമകളും മുജ്ര നടത്തുന്നവരുമായി അധപ്പതിച്ചു എന്നാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ആം ആദ്മി പാർട്ടിക്കും നേതാക്കൾക്കുമെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി സ്വാതി മാലിവാൾ MP. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭവ് കുമാറിനെതിരായ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി നേതാക്കളിൽ നിന്ന് വധഭീഷണിയും ബലാത്സംഗ ഭീഷണിയും നേരിടുന്നു എന്നാണ് ആരോപണം. പാർട്ടി വ്യക്തിഹത്യ നടത്തുന്നുവെന്നും സ്വാതി മാലിവാൾ ആരോപിച്ചു. ഭീഷണി സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും X അക്കൗണ്ടിലൂടെ സ്വാതി മാലിവാൾ പുറത്തുവിട്ടു. യൂട്യൂബറായ ധ്രുവ് റാഠിയുടെ വീഡിയോ പങ്കുവച്ചതോടെ ഭീഷണി കൂടിയെന്നും സ്വാതി മാലിവാൾ ആരോപിച്ചു. IPL ചാമ്പ്യന്മാരെ എന്നറിയാം. IPL ചാമ്പ്യന്മാരെ എന്നറിയാം. ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈയിലെയാണ് മത്സരം. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, മത്സരം തുടങ്ങാൻ ഇനി അല്പം നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. എങ്ങനെയാണ് ആരാധകരുടെ ഇവിടേക്കുള്ള ഒഴുക്ക്, വിവരങ്ങൾ? പ്രവേദ പറഞ്ഞതുപോലെ ഇനി മത്സരം തുടങ്ങാൻ 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ആവേശ പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ ഒക്കെ തന്നെ. ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടാണ്. അതിനെ തുടർന്ന് തന്നെ കുറേ ആളുകളുടെ കുറവുണ്ട്. എന്നിരുന്നാൽ പോലും അവസാന നിമിഷമായപ്പോഴേക്കും സൺറൈസേഴ്സിൻ്റെയും കൊൽക്കത്തയുടെയൊക്കെ തന്നെ ഒത്തിരി ആളുകൾ ഫാൻസ് എത്തിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ ഏറെക്കുറെ
സീറ്റുകൾ കാലിയാവാത്ത തരത്തിൽ തന്നെ എല്ലാവരും എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 3ാം കിരീടമാണ് കൊൽക്കത്തയുടെ ലക്ഷ്യം. 2ാം കിരീടം ലക്ഷ്യമിട്ടെത്തുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച 2 ടീമുകൾ, പോയിന്റ് പട്ടികയിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിലെത്തി പ്ലേ ഓഫിലേക്ക് മുന്നേറിയ 2 ടീമുകൾ തന്നെയാണ് കലാശപ്പോരിലെത്തുന്നത് എന്നുള്ളത് ഒരു കാവ്യനീതി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കരുത്തു പരിശോധിക്കുകയാണെങ്കിലും ഇരു ടീമുകളും ഒന്നിനൊന്ന് മികച്ച ടീമുകളാണ്. ഈ സീസണിൽ നേരത്തെ മത്സരിച്ച 2 മത്സരങ്ങളിലും ഹൈദരാബാദിനെ തോൽപ്പിക്കാനായതിൻ്റെ കരുത്തിലാണ് കൊൽക്കത്ത എത്തുന്നത്. ഒപ്പം തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആവട്ടെ കഴിഞ്ഞ മത്സരത്തിൽ എലിമിനേറ്ററിൽ ഇതേ ഗ്രൗണ്ടിൽ വെച്ച് രാജസ്ഥാനെ തോൽപ്പിച്ചതോടുകൂടി ആ ഒരു വിന്നിംഗ് മൊമെൻറ്റം കാത്തു സൂക്ഷിക്കാമെന്ന പ്രതീക്ഷയോടെ ഹൈദരാബാദും ഇറങ്ങുന്നത്. ഏറ്റവും നിർണായകമാവുക ടോസ് തന്നെയാണ്. ഈ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ ടീമുകളും ചേസിംഗ് ആണ് തിരഞ്ഞെടുക്കുന്നത്. അത് ഡ്യൂ ഫാക്ടർ കൊണ്ട് മാത്രമാണ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ വളരെ അപ്രതീക്ഷിതമായി തന്നെ ഡ്യൂ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിച്ചിന്റെ അത്തരത്തിൽ വാശിയേറിയ പോരാട്ടമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. IPL ചാമ്പ്യന്മാരെ അറിയാം. ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈയിലാണ് മത്സരം. വിവരങ്ങളാണ് ചെന്നൈയിൽ നിന്ന് അനിൽ വാസുദേവ് നൽകിയത്. ICL ഫിൻകോർപ്പ് CMD അഡ്വക്കേറ്റ് KG അനിൽകുമാറിനെ ലാറ്റിൻ അമേരിക്കൻ ഗുഡ്വിൽ അംബാസഡറായി നിയമിച്ചു. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ ട്രേഡ് കൌൺസിലിന്റേതാണ് തീരുമാനം. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, 33 LC മേഖലകൾ തമ്മിലുള്ള വ്യാപാര ടൂറിസം ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. വ്യാപാര ടൂറിസം ബന്ധം ശക്തിപ്പെടുത്താൻ തന്റെ കഴിവിന് പരമാവധി ശ്രമിക്കുമെന്ന് ഡൽഹിയിൽ ഗുഡ്വിൽ അംബാസഡർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അഡ്വക്കേറ്റ് KV അനിൽകുമാർ പറഞ്ഞു. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.